ഹലോ, ഇന്നപ്പോൾ നമ്മൾ അബ്നോർമൽ സൈക്കോളജിയിൽ അബ്നോർമൽ ഡിസോർഡേഴ്സിൻ്റെ റീസൺസ്, കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പല പല കോസൽ ഫാക്ടേഴ്സ് ഉണ്ട് ഒരു അബ്നോർമൽ ഡിസോർഡർ വരാനായിട്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഒരുപാട് ബയോളജിക്കൽ ഫാക്ടേഴ്സ് വഴി ഒരു അബ്നോർമൽ ഡിസോർഡർ ഉണ്ടാവാം. ഫസ്റ്റ് വണ്ണാണ് ജെനറ്റിക് വൾണറബിലിറ്റീസ്. നിങ്ങൾക്കറിയുന്നുണ്ടാവും, പാരമ്പര്യമായിട്ട് മെൻ്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? അത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനിപ്പോൾ സ്കിസോഫ്രീനിയ ഉള്ള ആളുടെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് തന്നെ അല്ലെങ്കിലും വേറെ തരത്തിലുള്ള ഡിസോർഡേഴ്സ് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. സോ ഇത് കറക്റ്റായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് അല്ല, ഒരുപാട് റിസർച്ചേഴ്സ് പറയുന്നുണ്ട് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നു എന്ന്. പ്രത്യേകിച്ചും ഫസ്റ്റ് ഡിഗ്രി ഫാമിലി മെമ്പേഴ്സിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് പാരൻസിനുണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ഉണ്ടെങ്കിൽ അതിന് ചാൻസ് പേഴ്സൻറ്റേജ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ദെൻ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണൽ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് വഴിയും ഇങ്ങനെ ജെനറ്റിക് മെൻ്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ബാലൻസ് ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു കൃത്യമായിട്ട് ഒരു ഇക്വിലിബ്രിയം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡി മൈൻഡും ക്ലിയർ ആയിരിക്കും. അതിൽ വരുന്ന ഒരു ബാലൻസ് ഇല്ലായ്മ ഇങ്ങനത്തതിന് ചാൻസ് കൂടുതലാക്കും. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും മിക്കവാറും ഡോപ്പമിൻ്റെ ഇംബാലൻസ് ആണ് സ്കിസോഫ്രീനിയ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയാം. അതേപോലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഗാബ, ഇതെല്ലാം ബാലൻസ് മാറുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡിന് ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. ക്രോമസോമിലുള്ള അബ്നോർമാലിറ്റീസ് അത് ജനിക്കുന്നതിന് മുൻപ് കാണുന്ന ആ ഒരു ക്രോമസോമൽ സ്ട്രക്ചറിലുള്ള വ്യത്യാസവും ഇതുപോലെ മൈൻഡിന് ബിഹേവിയറൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അത് ഒരുപാട് റിസർച്ചേഴ്സ് പറയുന്നതാണ്. അപ്പോൾ അതും ഒരു പോസിബിലിറ്റിയാണ്. പിന്നെ അടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റീസ്. ഇതെന്ന് പറയുന്നത് ആ ഒരു ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുൻപായിട്ട് വരുന്ന നമ്മുടെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ളത് തന്നെയാണ്. അതായത് ജെനറ്റിക് ക്യാരക്ടറിസ്റ്റിക് പോലെ തന്നെ ഉള്ള ഒന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റീസ്. ഇതുവഴിയും മെൻ്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ടെമ്പറമെൻറ്റ്. ഇത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സോ ഒരു കാര്യത്തോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ ഒരു സംഭവം ഉണ്ടല്ലോ. ചില ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് ആങ്ഷ്യസ് ടെമ്പറമെൻ്റ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കത് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ പേഴ്സണാലിറ്റി നമ്മളെ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വരുന്നത്. സോ അങ്ങനെയുള്ള ഒരു ടെമ്പറമെൻ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ടെമ്പറമെൻ്റാണ് അതനുസരിച്ചിരിക്കും ആ ഒരു പേഴ്സണാലിറ്റിയൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പം അതും ഒരു റീസണാണ് ഈ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സ് വരാനായിട്ട്. അതായത് ഇങ്ങനത്തെ ഓരോ മെൻ്റൽ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെമ്പറമെൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ അതിനുള്ള ചാൻസ് കൂടുതലായിട്ട് വരും. അതായത് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ അതിനുള്ള ചാൻസ് കൂടുതലാവുകയാണ്. ഈ ഒരു ടെമ്പറമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇൻട്രാക്ഷൻ വഴി വരുന്ന ഒന്നല്ല. അത് ന്യൂബോൺസിൽ അപ്പം തന്നെ വരുന്നൊരു സംഭവമാണ്. പേഴ്സണാലിറ്റിയൊക്കെ പോലെയുള്ള ഒരു സംഭവമാണ്. അടുത്ത ഫാക്ടറാണ് സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് വരാൻ അവസാനിച്ചു. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വേറൊരു കാര്യം, നമ്മുടെ ബ്രെയിനിലുള്ള ഡാമേജ് നമുക്ക് ഇങ്ങനത്തെ ഒരു മെൻ്റൽ ഡിസോർഡറിനുള്ള ചാൻസ് ഉണ്ടാക്കുന്നതാണ്. ബ്രെയിൻ ഡിസ്ഫങ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സംഭവത്തിന് ഡാമേജ് വരുമ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ ചിലർക്ക് മെമ്മറി ലോസൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ആക്സിഡൻസ് ഒക്കെ വരും. അപ്പോൾ അതുവഴിയും സൈക്കാട്രിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് നേരത്തെ പറഞ്ഞ അടുത്ത ഫാക്ടർ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിനോടുകൂടി അവസാനിച്ചിരിക്കുന്നു. സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് പാരൻ്റൽ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
ഭയങ്കര പട്ടാളച്ചിട്ടോടുകൂടി വളർത്തിയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്, ഓവറായി ലാളിച്ച് അത്രയും ഓവറാക്കിയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. ഒരു മിതമായ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ വേണം കൊണ്ടു നടക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. അതോറിറ്റേറിയൻ ആണെങ്കിൽ ഒരുപാട് പട്ടാളച്ചിട്ടും കാര്യങ്ങളൊക്കെ അതും പ്രശ്നമായിരിക്കും. എല്ലാ രീതിയിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ സൈക്കോസോഷ്യൽ ഫാക്ടറായിരിക്കുക, ഇത് മെൻ്റൽ ഡിസോർഡറിലേക്ക് കാരണമാവും. ഇതൊരു സൈക്കോസോഷ്യൽ ഫാക്ടറായിരിക്കും. ചെറുപ്പത്തിലുള്ള ട്രോമാസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, അബ്യൂസസ്, ഇതെല്ലാം മെൻ്റൽ ഡിസോർഡേഴ്സിനുള്ള കാരണമാണ്. ഭാവിയിൽ മിക്ക മെൻ്റൽ ഡിസോർഡേഴ്സിനും ഡിഫിക്കൽട്ടീസൊക്കെ ഉള്ള ആളുകൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസിലൂടെ കടന്നു പോയിട്ടായിരിക്കും മിക്കവരും എന്തെങ്കിലുമൊക്കെ അബ്യൂസും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിയർ റിലേഷൻഷിപ്സ്, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമായിരിക്കും. അബ്യൂസീവായിട്ടുള്ള പാരൻസിനെ കണ്ടുകൊണ്ടുള്ള മക്കൾക്കും പ്രശ്നമുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ഫാക്ടറാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സോഷ്യലിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ സോഷ്യൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂട്ടുന്നത്. അതായത് ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ഒരു വീട്ടിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി സോഷ്യോ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവരേക്കാൾ കമ്പാരിറ്റീവ്ലി പോസിബിലിറ്റി കൂടുതലാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മുടെ എൻവയോൺമെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു അതും ഒരു പ്രധാന കാരണമാണ്. അപ്പം സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഫാക്ടറാണ് മെൻ്റൽ ഡിസോർഡേഴ്സിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.